നമസ്തേ. ട്യൂട്ടേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സമാസങ്ങൾ തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ക്ലാസ് ആണ്. അപ്പോൾ അതിനു വേണ്ടി പഠിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്രദമാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇനി കുറച്ച് ക്ലാസ്സുകൾ സമാസത്തിന്റെ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് കുറച്ച് ക്ലാസ്സുകൾ കിട്ടുമ്പോൾ സമാസം എന്താണെന്നും എന്തൊക്കെ വകഭേദങ്ങൾ, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സമാസഭേദങ്ങൾ വരുന്നത് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ടാണ് നമുക്ക് വീഡിയോസ് വീണ്ടും വീണ്ടും ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം എന്നാൽ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സമാസങ്ങൾ, വിഗ്രഹം എന്താണ്, ഉത്തരപദം എന്താണ്, പൂർവ്വപദം എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ സമാസത്തിൻ്റെ അർത്ഥം, എങ്ങനെയാണ് സമാസത്തിൻ്റെ അർത്ഥം വരുന്നത്, എങ്ങനെയാണ് ഈ സമാസത്തിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള പേരുകൾ വരുന്നത്, കർമ്മധാരയ സമാസൻ, തത്പുരുഷ സമാസൻ, ബഹുവ്രീഹി, അവ്യയീഭാവൻ, അങ്ങനെ വേറെ വേറെ പേരുകളിൽ എങ്ങനെയാണ് ഇത് ഡിവൈഡ് ചെയ്ത് വെക്കുന്നത്, എന്തിൻ്റെ ബേസിലാണ്, അപ്പോൾ ആ വ്യത്യാസം എന്ത് കാരണമാണ് ഇങ്ങനെ പേരുകൾ വരുന്നതും, ഏതൊക്കെ വിഭാഗത്തിൽ പെടുന്നതാണ് തത്പുരുഷൻ, ഏതൊക്കെ വിഭാഗത്തിൽ വരുന്നതാണ് കർമ്മധാരൻ, അങ്ങനെ ആ ഡിഫറൻസ് എങ്ങനെയാണ് വരുന്നത്, അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഓരോ സമാസങ്ങൾ എടുത്തിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം ജസ്റ്റ് അതിൻ്റെ ഒന്ന് രണ്ട് സമാസങ്ങൾ നമുക്ക് എങ്ങനെയാണ് ഈ സമാസം പേര് വരുന്നത്, എന്താണ് കാരണം എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള സമാസങ്ങൾ പഠിക്കാൻ എളുപ്പമായിരിക്കും. മനസ്സിലായോ? അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഒന്നുകൂടി ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ വിഗ്രഹം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്, പദം എന്താണ്, ഉത്തരപദം എന്താണ്, സമാസം എന്നാൽ എന്താണ്, വിഗ്രഹം എന്നാൽ എന്താണ്, ഇതൊക്കെ ബേസ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് ഇനി നമ്മൾ സമാസത്തിന്റെ അർത്ഥം എന്താണ്, എങ്ങനെയാണ് സമാസിക്കുന്നത്, എന്ത് ബേസിലാണ് സമാസത്തിന് വിവിധ തരത്തിലുള്ള പേരുകൾ വരുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോണത് കേട്ടോ. അപ്പൊ സമാസാർത്ഥ, സമാസത്തിന്റെ അർത്ഥം. സമാസേ പൂർവപദ ഉത്തരപദയോ ഉഭയോ ഉത്തരപദസ്യാപി അർത്ഥഃ കദാചിത് ഭവതി. പൂർവപദാർത്ഥസ്യ കദാചിത്, ഉത്തരപദാർത്ഥസ്യ കദാചിത്, അന്യപദാർത്ഥസ്യ കദാചിത്, ഉഭയപദാർത്ഥസ്യ ച പ്രാധാന്യം ഭവതി. ഈ സമാസത്തിലെ രണ്ടോ അതിലധികം പദങ്ങളോ വേർതിരിക്കുമ്പോഴാണ് വിഗ്രഹിക്കുന്നത്, വിഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ. അതില് ആദ്യത്തെ പദത്തെ പൂർവ്വപദമെന്നും രണ്ടാമത്തെ പദത്തെ ഉത്തരപദമെന്നും പറയും. രണ്ട് വാക്കുള്ള സമാസമാണെങ്കിൽ, രണ്ട് വാക്കുള്ള വിഗ്രഹമാണെങ്കിൽ ആദ്യത്തേത് പൂർവ്വപദമെന്നും രണ്ടാമത്തേത് ഉത്തരപദമെന്നും പറയും. ആ ഒരു സമസ്ത പദത്തെ വിഗ്രഹിക്കുന്ന സമയത്ത് ചിലപ്പോൾ പൂർവ്വപദത്തിന് പ്രാധാന്യം വരാം, ചിലപ്പോൾ ഉത്തരപദത്തിന്, അതായത് രണ്ടാമത്തെ പദത്തിന് പ്രാധാന്യം വരാം, ചിലപ്പോൾ രണ്ട് പദങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യം വരാം, ചിലപ്പോൾ ഈ രണ്ട് പദങ്ങളും അല്ലാതെ മറ്റൊരു അർത്ഥത്തിലേക്ക് ഈ സമാസാർത്ഥം കൊണ്ടുചെന്ന് എത്തിക്കാം. മനസ്സിലായോ? ഒന്നുകിൽ പൂർവ്വപദത്തിന് പ്രാധാന്യം വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഉത്തരപദത്തിന് പ്രാധാന്യം വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ രണ്ട് പദങ്ങൾക്ക് ഒരുപോലെ പ്രാധാന്യമുള്ളതായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിലേക്ക് നമ്മളെ നയിക്കുന്നതുമാവാം ഈ സമസ്ത പദം എന്നുള്ളത്, സമാസം എന്നുള്ളത്. ഇതനുസരിച്ചിട്ടാണ് സമാസങ്ങൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം. പൂർവ്വപദം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പദം, എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ യസ്യ പദസ്യ അർത്ഥഃ പ്രായഃ ക്രിയയാ അന്വിതോ ഭവതി സോ അർത്ഥഃ പ്രധാനമിത്യുച്യതേ. ക്രിയയോടുകൂടി അന്വയിക്കപ്പെടുന്ന വാക്കിനെയാണ് എന്താ പറയുക, പ്രധാനം. ആ വാക്കിനാണ് പ്രാധാന്യമുള്ളത്. ക്രിയയോടുകൂടി അന്വയിക്കുന്നത്, അതായത് ക്രിയയോട് കൂടി ചേർന്ന് നിൽക്കുന്നത് അർത്ഥം എടുക്കുമ്പോൾ അങ്ങനെ വരുന്ന പദങ്ങൾക്കാണ് പ്രാധാന്യം കൂടുതൽ വരിക. ഒരു എക്സാമ്പിൾ പറയാം, രാജദൂതോ ഗച്ഛതി. ഈ രാജദൂതോ ഗച്ഛതി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അർത്ഥം കറക്റ്റായിട്ട് മനസ്സിലാവും. രാജദൂതൻ എന്ന് പറഞ്ഞാൽ ആരാണ്? രാജാവിൻ്റെ ദൂതൻ അല്ലേ. കാരണം ഗച്ഛതി എന്ന് പറയുന്ന ക്രിയ, അവിടെ ഗമ എന്ന് പറയുന്ന ധാതുവാണ് അല്ലെ ഗച്ഛതി. അപ്പൊ ഗച്ഛതി ക്രിയ എന്ന് പറഞ്ഞാൽ ഡൂയിങ് വേർഡ്സ് ആണ് കേട്ടോ, നമ്മൾ പ്രവർത്തിക്കുന്ന വാക്കുകളെയാണ് ക്രിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ രാജദൂതോ ഗച്ഛതി എന്ന് പറയുമ്പോൾ ഗച്ഛതി എന്നുള്ള ക്രിയയ്ക്ക് അന്വയം വരുന്നത് ആരുമായിട്ടാണ്? ദൂതൻ എന്ന പദവുമായിട്ടാണ്. ആരാ പോവാ? രാജാവ് പോവോ? ഇല്ലല്ലോ, രാജാവിന്റെ ദൂതനല്ലേ പോവാ.
അപ്പോൾ ഇവിടെ രാജദൂതോ ഗച്ഛതി എന്ന് പറയുന്ന പദത്തിലെ ദൂതൻ എന്ന വാക്ക് അന്വയിക്കപ്പെടുന്നത് ഗച്ഛതി എന്നുള്ള ക്രിയയോടാണ്. അപ്പോൾ അതുകൊണ്ട് അത് സമസ്ത പദമായി വരുമ്പോൾ അത് രാജാവിൻ്റെ ദൂതൻ എന്ന് മനസ്സിലാക്കേണ്ടതാണ്. മനസ്സിലായോ? നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യാം. രാജദൂതോ ഗച്ഛതി, രാജ്ഞഃ ദൂതഃ ഇത് വിഗ്രഹഃ. രാജാവിന്റെ ദൂതൻ എന്നാണ് വിഗ്രഹം വരിക. ഈ രാജദൂതോ എന്ന് പറയുന്ന പദത്തിനെ മാത്രമാണ്, അത് സമസ്ത പദം, അതിനെയാണ് വിഗ്രഹിക്കുന്നത് കേട്ടോ. ആ സമസ്ത പദത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന സെന്റൻസിൽ തൊട്ടടുത്ത് കിടക്കുന്ന ക്രിയാപദമാണ് ഗച്ഛതി എന്നുള്ളത്. അപ്പൊ രാജ്ഞഃ ദൂതഃ ഇത് വിഗ്രഹഃ, രാജൻ ഇത് പൂർവപദം. ഇതിലെ പൂർവപദം ഏതാണ്? രാജൻ. ദൂതഃ ഇത് ഉത്തരപദം, രണ്ടാമത്തെ പദം ദൂതൻ, അപ്പൊ ഉത്തരപദം. ഗച്ഛതി ഇത് ക്രിയാപദം, അതിലുള്ള ക്രിയാപദമാണ് ഗച്ഛതി. ഗമനക്രിയായ ദൂതഃ ഇത് ഉത്തരപദസ്യ അർത്ഥഃ എവ അന്വിതഃ ഭവതി. ഈ ദൂതൻ എന്ന പദമാണ് ഗമിക്കുക എന്നുള്ള വാക്കുമായിട്ട് അന്വയിക്കപ്പെടുന്നത്. നതു പൂർവപദസ്യ രാജപദസ്യ അർത്ഥഃ. രാജ്ഞഃ എന്ന് പറയുന്ന പദമല്ല. രാജ്ഞഃ എന്ന് പറഞ്ഞ രാജാവിൻ്റെ എന്നാണ് അർത്ഥം. രാജ്ഞഃ ദൂതഃ എന്നാണല്ലോ വിഗ്രഹം വന്നിരിക്കുന്നത്. അപ്പൊ അതില് രാജ്ഞഃ എന്നുള്ളത് പൂർവപദവും ദൂതഃ എന്നുള്ളത് ഉത്തരപദവുമാണ്. അപ്പോൾ രാജാവിൻ്റെ ദൂതൻ എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ദൂതൻ എന്ന പദവുമായിട്ടാണ് ഗച്ഛതി എന്നുള്ള ക്രിയയോട് കണക്റ്റ് ആയിരിക്കുന്നത്, അന്വയിക്കപ്പെട്ടിരിക്കുന്നത്, അർത്ഥം മനസ്സിലാക്കപ്പെടുന്നത്. അതുകൊണ്ട് രാജസംബന്ധി ദൂതഃ ഗച്ഛതി ഇത്യർത്ഥഃ സിദ്ധോ ഭവതി. അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് കിട്ടുന്നത്? രാജസംബന്ധി ദൂതഃ, രാജാവുമായി സംബന്ധിച്ച ഒരു ദൂതൻ, രാജാവുമായി ബന്ധമുള്ള, രാജാവ് പറഞ്ഞയച്ചിട്ടുള്ള ഒരു ദൂതൻ എന്ന് നമുക്ക് അർത്ഥം കിട്ടുന്നു. അപ്പോൾ ദൂതപദവുമായിട്ടാണ് ഇവിടെ ക്രിയ അന്വയിക്കപ്പെടുന്നത്. ഏവം ച അത്ര ദൂതപദാർത്ഥഃ ക്രിയയാഃ അന്വിതഃ ഇതി ദൂതപദാർത്ഥഃ പ്രധാനം. അതുകൊണ്ട് ഇതിലെ പൂർവപദമാണോ ഉത്തരപദമാണോ പ്രധാനം? ദൂതഃ എന്നുള്ള പദമാണ് പ്രധാനം, അല്ലേ? അപ്പോ സമസ്തേ പദേ ജാതേ കോ നാമ അർത്ഥോ അത്ര പ്രധാനം സ്യാദിതി സന്ദേഹേ യത്കിഞ്ചിത് ക്രിയാപദം ഉച്ചാരണീയം തഥാ പൂർവോത്തര പദാർത്ഥയോഃ കതരഃ പദാർത്ഥഃ ക്രിയയാ അന്വിതോ ഭവതി ഇതി പരിശീല്യ പ്രധാന അപ്രധാനയോഃ നിർണയഃ കർത്തവ്യഃ. അപ്പോൾ ഈ ക്രിയാപദത്തിനോട് നമുക്ക് ചില വിഗ്രഹങ്ങൾ കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഇതിൽ ഏത് പദത്തിനാണ് പ്രാധാന്യം എന്നുള്ളത്. ഇപ്പൊ രാജ്ഞഃ ദൂതഃ എന്നുള്ളത് മാത്രം കാണുമ്പോൾ നമുക്ക് രാജാവിന്റെ ദൂതൻ, ഇതിൽ ഏതിനാണ് പ്രാധാന്യം? രാജാവ് എന്ന് പറഞ്ഞ വലിയൊരാളാണ്. അപ്പൊ രാജാവിന്റെ എന്നുള്ളതിനാണോ പ്രാധാന്യം, ദൂതൻ എന്നുള്ളതിനാണോ പ്രാധാന്യം എന്ന് നമുക്ക് ഈ ഒറ്റ വിഗ്രഹം കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റില്ല. അതിന് തൊട്ടടുത്ത് വരുന്ന പദം ഗച്ഛതി എന്നാണെങ്കിൽ, രാജദൂതഃ ഗച്ഛതി എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഗച്ഛതി എന്ന ക്രിയയോട് അന്വയിക്കുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിലുള്ള പ്രധാനപ്പെട്ട പദം മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ വരുമ്പോൾ ആ പദത്തിനാണ് പ്രാധാന്യം എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെയാണ് നമ്മൾ ആ വാക്ക് പൂർവപദാർത്ഥ പ്രധാനമാണോ ഉത്തരപദ പ്രധാനമാണോ എന്ന് മനസ്സിലാക്കുന്നത്. മനസ്സിലായോ? കുറച്ച് ഇലാബറേറ്റ് ആയിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അത്ര കൺഫ്യൂഷനൊന്നുമില്ല. പൂർവപദം ഉത്തരപദം വിഗ്രഹത്തിൽ രണ്ട് പദങ്ങൾ. രാജ്ഞഃ ദൂതഃ എന്ന് വിഗ്രഹിച്ചു, രാജദൂതഃ എന്ന പദത്തിന് രാജ്ഞഃ ദൂതഃ എന്ന് വിഗ്രഹിച്ചു. ദൂതൻ എന്ന പദം അന്വയിക്കപ്പെടുന്നത് ഗച്ഛതി എന്ന വാക്കിനോടാണ്. രാജാവിൻ്റെ ദൂതൻ പോകുന്നു എന്നാണ്. അപ്പോൾ ദൂതനാണ് അവിടെ പ്രാധാന്യം. അതുകൊണ്ട് ഉത്തരപദ പ്രാധാന്യം ഉള്ള വാക്കാണ് ഇത് എന്ന്, വിഗ്രഹമാണ് എന്ന് മനസ്സിലാക്കുക. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. പൂർവപദം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പദം, ഉത്തരപദം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പദം. മനസ്സിലായോ? അപ്പം നമുക്ക് നോക്കാം. ഏവഞ്ച അത്ര ദൂതപദാർത്ഥഃ ക്രിയയാ അന്വിതാഃ ഇതി ദൂതപദാർത്ഥഃ പ്രധാനം. സമസ്തേ പദേ ജാതേ കോ നാമ അർത്ഥോ അത്ര പ്രധാനം സ്യാദിതി സന്ദേഹേ യത് കിഞ്ചിത് ക്രിയാപദം ഉച്ചാരണീയം തതഃ പൂർവോത്തര പദാർത്ഥയോഃ കതരഃ പദാർത്ഥഃ ക്രിയയാ അന്വിതോ ഭവതീതി പരിശീല്യ പ്രധാന അപ്രധാനയോഃ നിർണയഃ കർത്തവ്യഃ. ഏതെങ്കിലും പ്രധാനമായിട്ടുള്ള ഒരു ക്രിയാപദം ഉച്ചരിച്ചുകൊണ്ട് പ്രധാനമായത് ഏതാണെന്ന് നമുക്ക് കണ്ടെത്തുകയും ചെയ്യാം, അവർ തന്നിട്ടില്ലെങ്കിൽ. അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ് സമാസത്തിൽ ക്രിയ തരുമെന്ന്. ചിലപ്പോൾ ഇങ്ങനെ ഒറ്റ വാചകമായിട്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ ഈ വാക്കിൻ്റെ അടിയിൽ മാത്രം അണ്ടർലൈൻ ചെയ്തിട്ട് അതിൻ്റെ സമാസം അല്ലെങ്കിൽ അതിൻ്റെ വിഗ്രഹം എഴുതാനാണ് പറഞ്ഞെങ്കിൽ നമുക്ക് ഇങ്ങനെ അന്വയിച്ചെടുക്കേണ്ടി വരും. അല്ലാതെ സമാസം ചിലപ്പോൾ സമസ്ത പദം തന്നിട്ട് വിഗ്രഹം ചോദിക്കാം, അല്ലെങ്കിൽ വിഗ്രഹം തന്നിട്ട് സമസ്ത പദം ചോദിക്കാം, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. പക്ഷെ ചിലപ്പോൾ ഇങ്ങനെയും തരാം.
ഒരു വാചകം തന്നിട്ട് അതിലൊരു സ്പെസിഫൈഡ് ആയിട്ടുള്ള വാക്ക് അണ്ടർലൈൻ ചെയ്തിട്ട് ഇത് പറയാൻ പറഞ്ഞാൽ ഇവിടെ പൂർവ്വപദമാണോ ഉത്തരപദമാണോ പ്രധാനം, അല്ലെങ്കിൽ ഇത് ഏത് സമാസമാണ് എന്നറിയണം എന്ന് പറയുമ്പോൾ നമുക്ക് തൊട്ടടുത്ത് കിടക്കുന്ന ക്രിയാപദം നോക്കി അതിനോട് അന്വയിച്ചിട്ട് ഏത് വാക്കാണോ വരുന്നത് ആ വാക്കിന് പ്രാധാന്യമുള്ള സമാസം എന്ന് മനസ്സിലാക്കണം. മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്തേ.